ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അബ്ദുറഹ്മാൻ ബ്ലോഗിലേക്ക് സ്വാഗതം. പിന്നെ ഇവിടെ ലേശം കൂടെ പൊടി ഇടാനുണ്ട്. അതുപോലെ ഉണങ്ങിയിട്ടാ, മരപ്പൊടി ഉണങ്ങിയിട്ടാ, ഉമ്മായിപ്പൊടി കുറച്ചിടാനുണ്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കണം. അതിട്ടിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി കൊടുക്കണം. നാളെ കോഴിക്കുഞ്ഞ് വരും. നാളെ കോഴിക്കുഞ്ഞ് വന്നാൽ ഞാൻ കടലാസ് വെച്ചിട്ട് എല്ലാം ഇട്ടൊന്ന് കാണിച്ചുതരാം. പിന്നെ ഇത് റൗണ്ടാക്കി വെക്കണം. ഇതാ ഇപ്പുറത്ത് ഇട്ടിട്ടാ, ഇപ്പുറത്ത് കുമ്മായി ഇട്ടിട്ടാ. കുമ്മായി ഇട്ടാലേ ഉണങ്ങൂല, അല്ലെങ്കിൽ ഉണങ്ങൂല. ടിന്ന് ചുറ്റും വെക്കണം. എന്നിട്ട് വേണം കടലാസ് വിരിക്കാൻ. എന്നിട്ട്
കോഴിക്കുഞ്ഞിനിടണം, അല്ലെങ്കിൽ കോഴിക്കുഞ്ഞെല്ലാം പുറത്തേക്ക് പോകില്ലേ ടിന്നിൻ്റെ പുറത്ത്. പിന്നെ ഇത് കണ്ട, ഇത് കോഴിക്കുഞ്ഞിനെ കൊതുക് കടിക്കാതിരിക്കുക. കൊതുക് ഇതിങ്ങനെ ആക്കിയാൽ, സ്വിച്ച് ഓൺ ആക്കിയാൽ കൊതുക് കടിക്കില്ല കോഴിക്കുഞ്ഞുങ്ങളെ. പിന്നെ അബ്ദുറഹ്മാനി പനിയാണ്, അവൻ്റെ വ്ലോഗ് ഞാൻ ഇടുന്നുണ്ട്. പനി ശേഷം പാങ്ങാൻ വിട്ടെന്ന് വെച്ചിട്ടാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം വേണം. ബെല്ലൈക്കൻ നിൽക്കണം. ഇത് നാളെ കള്ളാസ് വീച്ചിട്ട് കോഴിക്കുഞ്ഞിനിടുമ്പോൾ ബാക്കി ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇന്ന് ലേശം കൂടി മരപ്പൊടി ഇടുന്ന് കുറച്ചിട്ട്, തടി കുറച്ചിട്ട് ഉണങ്ങാനിടണം. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ 3-ാം ദിവസം കുഞ്ഞിനെ അതിലിടണ്ടേ. അതുകൊണ്ട് കുറച്ച് തടി കുറക്കണം, മരപ്പൊടി. എന്നാൽ പിന്നെ ആയി ഗൈസ്. ഇതെല്ലാം ഈടെല്ലാം ഇനി കുമ്മായി ഇടണം അത്രേ. ഇതെല്ലാം കുമ്മായി ഇടണം. പിന്നെ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടൂല, വാരത്തൊന്നുമില്ല, സ്വന്തം ഒന്നും ചെയ്യൂല. അങ്ങനത്തെ ഒരു കുഞ്ഞാണ്. ഞാൻ വിട്ടിട്ടുണ്ട്, നോക്കിക്കോ, എന്നും വിടാം.